ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ എഴുതി വെച്ചാണ് പിറ്റേ ദിവസത്തേക്ക് മോൾക്ക് എന്തൊക്കെയാണ് കൊടുത്തു വിടുന്നതിൻ്റെ ഒരു ലിസ്റ്റ്. ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തലേ ദിവസമേ എഴുതി വെക്കാം. തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഇതെല്ലാം ആലോചിച്ച് എഴുതി വെക്കുന്നത്. എനിക്കിങ്ങനെ എഴുതി വെക്കുന്നതിനോട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ എനിക്ക് ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കേണ്ടത് എന്ത് വേണം, എന്ത് കൊടുത്തു വിടണമെന്നൊക്കെ. അപ്പോൾ തലേ ദിവസമേ സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് രാവിലെ തന്നെ നല്ല റീഫ്രഷായിട്ട് മൈൻഡൊക്കെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. പറഞ്ഞു വന്നത് നമുക്ക് ഷടപടാന്ന് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അരി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷനരിയാണ് ഉപയോഗിക്കുന്നത്, അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കറിക്ക് വേണ്ടി നമ്മൾ തോരനാണ്, അതായത് ക്യാരറ്റും ബീൻസും കൂടെ തോരൻ വെക്കാനാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അതും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അരി ഇടാം കേട്ടോ. അരി ഓൾറെഡി ഞാൻ കുതിർത്താണ് വെച്ചേക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകും കേട്ടോ. കാരണം റേഷനരി ആയാലും നല്ല അരി ആയാലും എന്തോ ഒരു തൃപ്തി വരാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. അരി കഴുകുന്ന വെള്ളം തെളിയുന്നിടം വരെ കഴുകിക്കൊണ്ടിരിക്കും. എന്നാലേ ഉള്ള അരിയുടെ എല്ലാം പോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ല എനിക്കതൊരു തോന്നൽ വരത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. ഞാൻ 3 ഏലക്കയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പലതും ഞാൻ ഇടും, ചിലപ്പോൾ ഏലക്ക ഇടും, പട്ട ഇടും, അങ്ങനെ പലതും ജീരകം എല്ലാം ഇടും കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ ഗരം മസാല, മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ മൈദ ഇടാം. ഇത് രണ്ടും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോഴേക്കുമാണ് വലിയൊരു പണി വന്നത്. കറണ്ട് പോയപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ആ മൂഡും പോയി. പിന്നെ നമുക്ക് വെട്ടവും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ച് ഞാനൊരു എമർജൻസിക്ക് എടുത്തുകൊണ്ട് വെച്ച്, പക്ഷേ അധികം വെട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും പണി തരാൻ വേണ്ടി ഇതേ മുതലെണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ചെയ്യാനോ നോക്കുന്ന നോട്ടം കണ്ടോ, എന്തുമായിട്ട് ഇത് രാവിലെ തന്നെ മൊബൈലുമായിട്ട് ഇരിക്കുവാണോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റ് ആക്കിയിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് ചെന്ന് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.